നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രവീന്ദ്രനും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ശരത്തിന്റെ കോള് വരുന്നേ. ആ, എന്താണ് മോനെ പറയാൻ പറഞ്ഞു. അതെ, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ എന്തു പറ്റി? അത് ദേവി ചേച്ചി ഒന്ന് തല കറങ്ങിയെന്ന് പറഞ്ഞു. തല കറങ്ങിയെന്നോ? അത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേവി ചേച്ചി തളർന്നു കിടക്കുമായിരുന്നു, ബോധം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അല്ല, ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രേവതി കോള് കട്ട് ചെയ്തു. അപ്പോഴേ രവീന്ദ്രൻ ചോദിച്ചു, എന്താ? അതെ, ദേവ് ഹോസ്പിറ്റലാന്ന്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛാ. ബോധമില്ലായിരുന്നെന്നാ പറഞ്ഞത്. ഞാൻ സച്ചിയേട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് സച്ചിനെ വിളിക്കണം. അപ്പൊ സച്ചി സ്കൂളിലായിരുന്നു, സ്കൂൾ മാനേജറുമായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് രേവതി സച്ചിനെ വിളിച്ചിട്ട് കാര്യം പറയണം. സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ സ്കൂളിൽ കയറിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, ജംഗ്ഷനിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഞാനും കൂടെ വരാം. വേണ്ട, അച്ഛനും വയ്യാത്തല്ലേ, അച്ഛനോട് നിന്നാൽ മതി, ഞാൻ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ രേവതി ജംഗ്ഷനിലേക്ക് പോയി. ഇതേ സമയത്ത് ദേവ് പതുക്കെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോഴത്തേനും അവിടെ ശരത്തും അതോടൊപ്പം തന്നെ ലക്ഷ്മിയമ്മ തൊട്ടടുത്ത് തന്നെയായിട്ട് അരുണ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, ആ മിടിക്ക് കണ്ണു തുറന്നു ചോദിച്ചു. അല്ല, എന്താ ഡോക്ടർ, എന്താ പറ്റിയെന്ന് ചോദിച്ചു പെട്ടെന്ന് അരുണ്. അതെ, ഫുഡൊന്നും നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നേ, അതുകൊണ്ടുള്ള പിന്നെ നല്ല സ്ട്രെസ്സിന്റെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രഷർ ലോ ആയി പോയതാന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് എടുത്തോന്ന് നേഴ്സിനോട് ചോദിച്ചു. ആ, ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ റിസൾട്ട് കൂടെ വരട്ടെ, അതിനുശേഷം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാം. അല്ല, എന്താ ഈ സ്ട്രെസ്സിന് കാരണം എന്ന് ചോദിച്ചു. വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ, അതോ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമാണോ, അതാണോ ഫുഡൊന്നും കഴിക്കാതിരുന്നേ? ലക്ഷ്മിയമ്മ ശരത്തൊക്കെ പരസ്പരം നോക്കണം. അരുണിനും അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം, പക്ഷെ എന്ത് പറയാനായിട്ടാണ്? അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ഒന്നുമില്ല ഡോക്ടറെ, ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് പരിഹരിക്കാനായിട്ട് നോക്കുക, അല്ലാതെ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം. അതും പറഞ്ഞിട്ട് നേഴ്സിനോട് പേപ്പർ വാങ്ങിയിട്ട് അതേക്കുറിച്ച് മെഡിസിനും കാര്യങ്ങളും കുറിച്ച് കൊടുക്കുകയാണ്. ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ കയ്യിലേക്ക് നീട്ടി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശരത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ് അരുണ്. ഞാൻ പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ പുറത്തേക്ക് പോയി. ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, എടാ നീ എന്തിനാ അത് കൊടുത്തേ? ഞാൻ കൊടുത്താണോ? അല്ല, അവനോട് ആരാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേവിനെ നോക്കുവാണ് ലക്ഷ്മിയമ്മ. അമ്മ എന്തിനാ ചേച്ചിനെ നോക്കുന്നേ? ബോധമില്ലാതെ കിടക്കുന്ന ചേച്ചി വിളിച്ചു പറയും തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും അറിഞ്ഞു വരുന്നതായിരിക്കും. ഈശ്വര, ഇനി എന്താണെന്നറിയില്ല. അല്ല, സച്ചേണ്ണൻ രേവതി ചേച്ചിയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തന്നെ അവര് വരുമായിരിക്കും. അവര് വരണ സമയത്ത് പ്രശ്നമാകുമോ എന്നൊരു പേടിയെ എനിക്കുള്ളതെന്ന് പറഞ്ഞു. കാരണം സച്ചേണ്ണന്റെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞു. ആ ഒരു ടെൻഷൻ ലക്ഷ്മിയമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും ദേവു മയക്കത്തിലേക്ക് പോയായിരുന്നു. രേവതി പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ ദേവുവിന് ഇതായിട്ടും ബോധം വീണില്ലേ? അതെ, ബോധം വീണയച്ചി, വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എടുത്തു, അതിന്റെ മയക്കത്തിലാന്ന് ശരത്ത് പറഞ്ഞു. അല്ല, എന്താ അമ്മേ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. മോനെ, ഞങ്ങള് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവള് ബോധമില്ലാതെ കിടക്കുന്ന കണ്ടത്. അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാത്തോണ്ടാ, 3-4 ദിവസമായിരുന്നു ചേച്ചി ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട്, അതുകൊണ്ട് BP താന്നു പോയതാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്കും ഭയങ്കര വിഷമമായി പോയി. എന്നാലും ദേവുന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മെഡിസിനുമായിട്ട് അരുൺ വരുന്നേ. അമ്മേ, മെഡിസിൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രൂക്ഷമായിട്ട് നോക്കി അരുണിനെ. അവര് പരസ്പരം നോക്കുകയാണ്. പെട്ടെന്ന് സച്ചി എന്നിട്ട് ചോദിച്ചു, നീ എന്താടാ ഇവിടെയെന്ന് ചോദിച്ചു. എന്ത് കാണിക്കാനാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? അത് കേട്ടുകഴിഞ്ഞപ്പോ അരുൺ പറഞ്ഞു, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. കെട്ടാൻ പോകുന്ന പെണ്ണോ? അതിന് നിനക്ക് കെട്ടിച്ചു തന്നിട്ട് വേണ്ടേ? അത് ഞാനും അമ്മയും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് നിനക്ക് കെട്ടിച്ചു തരത്തില്ലെന്ന്. പിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? അവള് നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നേ. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, നിങ്ങളുടെ വാശി എല്ലാത്തിനും കാരണം എന്ന് സച്ചിയോട് പറഞ്ഞു. അവളെ മര്യാദയ്ക്ക് എനിക്ക് കെട്ടിച്ചേരുമായിരുന്നു, ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് വാശി, എന്നെ തോൽപ്പിക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ ഈഗോ കാരണം അല്ലേ എന്നൊക്കെ സച്ചിയോടും ദേഷ്യപ്പെട്ടു. എന്താടാ നീ പറഞ്ഞേ? അതും പറഞ്ഞിട്ട് കയ്യാങ്കളയായി. അപ്പോഴേക്കും രേവതി ശരത്തൊക്കെ ഇടപെട്ടു. ഈ ഒച്ചപ്പാടും വേളവും കേട്ടിട്ട് ദേവു കണ്ണു തുറന്ന് നോക്കുവാണ്. പെട്ടെന്ന് ദേവു എഴുന്നേക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തി. ദേവുന് എന്ത് ചെയ്യണം നടത്തില്ല, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇവിടെയാണ് കയ്യാങ്കളി നടന്നുകൊണ്ടിരിക്കുക. രേവതി പറഞ്ഞു, സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ട് വന്നു. ഇതെന്താ ചന്തേ മറ്റാണോ? ഇത് ഹോസ്പിറ്റലാന്നുള്ള ചിന്ത വേണം, എല്ലാരും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടു.
അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു, ഓഹോ അപ്പം ഞാൻ ഇവിടെ അധികം പറ്റില്ലേ, ഞാൻ കാരണമല്ലേന്ന് ചോദിച്ചു. ശരി എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അരുണും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അരുണ് നോക്കി. അപ്പോഴേക്കും രേവതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ എന്താ ഇങ്ങനെ, എന്റെ അനുജത്തെയാണ് അവിടെ വയ്യാതെ കിടക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ കിടന്ന് വഴക്കിടുന്നോ? വഴക്കിടണമെങ്കിൽ നിങ്ങൾ പുറത്തു പോയി വഴക്കിട്. നിങ്ങൾക്ക് എന്താ സാമാന്യ ബോധം പോലും ഇല്ല രണ്ടുപേർക്കും. ഇടാനായിട്ട് വന്നിരിക്കുന്നു. ഒരു പേഷ്യൻ്റ് ഉള്ളിടത്ത് വന്നിട്ടാണ് ഇങ്ങനെ. അതും അവൾക്കിപ്പോ ബോധം വന്നിട്ടുള്ളൂ, ആ സമയത്ത് ഇങ്ങനെ. ഓഹോ അപ്പൊ ഞാനാണ് കാരണമല്ലേ രേവതി, ഇവനോട് നീ ഒന്നും പറഞ്ഞല്ലോ, അപ്പൊ എല്ലാം ഞാൻ കാരണമാണ്, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് സച്ചി പഴങ്ങിപ്പോയി. ആ സമയം രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വന്നിട്ട് അരുണിനോട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ മരുമാൻ പണങ്ങിപ്പോയത്, ദൈവത്തെ ഓർ തരണേ, നീ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അരുൺ പോവാൻ പറഞ്ഞു. അരുണൊന്ന് നോക്കിയിട്ട് അരുണും കൂടെ അങ്ങോട്ടേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല രേവതിക്കും ഭയങ്കര വിഷമമായി പോയി. ഈ സമയത്ത് ശ്രീകാന്തിന്റെ മടി തല വെച്ച് സെറ്റി കിടക്കുകയാണ് വർഷ. അപ്പോഴേക്കും ശ്രീകാന്ത് ഒരു മ്യൂസിക് വെക്കുവാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എനിക്ക് ഈ മ്യൂസിക് ഇഷ്ടമില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ഇതേ ഗർഭിണികൾ ഇതുപോലത്തെയുള്ള മ്യൂസിക്കെ കേൾക്കണ്ടേ. അപ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങി മസൂദിനും മഹിമയും വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി, രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത്. നോക്കും മഹിമയെന്ന് പറഞ്ഞു. ആ സമയത്ത് വർഷ എന്ത് ചെയ്തു, ശ്രീകാന്തിന്റെ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഒരടിപൊളി മ്യൂസിക് അങ്ങോട്ട് വെക്കുവാണ്. എനിക്ക് ഈ സമയത്ത് ഇതാ ഇഷ്ടം. എടി ഈ മ്യൂസിക് കേട്ടിട്ടുണ്ടെങ്കിലേ വയറ്റിൽ കിടക്കുന്ന കൊച്ച് പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേനും അവൻ ഇതുപോലെ ആയിരിക്കും, പൊട്ടിത്തെറിക്കുമായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മ്യൂസിക് വേണം കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു മ്യൂസിക് വെച്ചു. പക്ഷെ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വർഷ ഫോൺ വാങ്ങിയത് ഓഫ് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വഴക്കാണ്. ആ സമയത്ത് മഹിമ മസൂദിനോട് ചോദിച്ചു, ഇത് അവസാനം കയ്യാങ്കളി എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ നിൽക്കുന്ന ഇവർ കാണുന്നില്ല. ഒടുവില് ശ്രീകാന്ത് വീണ്ടും മേടിച്ചിട്ട് മ്യൂസിക് മാറ്റി. അങ്ങനെ ഒടുവില് ഫോണിന് വേണ്ടി അടിയേ. ഒടുവിൽ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് വർഷം മുറിയിലേക്ക് പോയി. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, നീ മുറിയിൽ പോരുന്ന കേട്ടോ, നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതിയോ? ഞാനും പിന്നാലെ വരുമെന്ന് പറഞ്ഞ് ശ്രീകാന്തും പിന്നാലെ പോയി. അപ്പോഴേക്കും മധുസൂദനൻ മഹിമയോട് പറഞ്ഞു, ഇനിയിപ്പം മുറിയിൽ പോയിട്ട് എന്താവുമെന്തോ, ഈ പിള്ളേരുടെ ഒരു കാര്യം ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല, കണ്ടില്ലേ, അച്ഛനും അമ്മ ഞാൻ പോവാ, എന്നിട്ടൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അതേസമയം ഹോസ്പിറ്റലില് രേവതി ദേവനോട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, എല്ലാം നശിപ്പിച്ചില്ലേ, സച്ചു പോയത് കണ്ടോ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സാരമില്ലമ്മേ, അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട മോളെ, നിനക്കത് പറയാം. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് ആകെപ്പാടൊരു ഒരു തുണയുള്ളത് അവനാണ്, അറിയാലോ. അവനെയും കൂടെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട മോളെ. എല്ലാം ഇവള് കാരണമല്ലേ. ഇവളുടെ ഒരു കാര്യം പറഞ്ഞ അമ്മ എന്തിനാ ഇപ്പൊ അവളോട് ദേഷ്യപ്പെടുന്നേ? അവള് വയ്യാണ്ടിരിക്കണ സമയല്ലേ, ആ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? പിന്നെ ഇവള് കാരണമല്ലേ, ആ അരുണിനെ പ്രേമിച്ചോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. അത് കേട്ടതും ദേവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേവിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, നിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സാധിച്ചു തരും, അതിന് കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. ദേവ് പറഞ്ഞു, അരുണേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല, കുറെ നാളത്തെ പരിചയമുണ്ട്, ഇതുവരെയായിട്ടും എനിക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി, എനിക്കും മനസ്സിലാവും, നീ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കൊന്നും വേണ്ട, നിന്റെ മനസ്സിലെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റി തരും. അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു, മോളെ ഇവൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഈ സമയത്ത് നമ്മൾ ഇവളോടൊപ്പം അല്ലേ നിൽക്കണ്ടേ, ഇവളുടെ വയ്യായിക എങ്കിലും കണക്കാക്കുക. എങ്കിൽ ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. അതെ, എങ്കിൽ ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. ദേവുനാടെ മെഡിസിനൊക്കെ കഴിക്കാൻ മടിയായിരുന്നു, നിർബന്ധിച്ചാണ് രേവതി മെഡിസിനൊക്കെ കഴിപ്പിക്കുന്നത് പോലും. അങ്ങനെ രേവതി വീട്ടിലേക്ക് അങ്ങനെ ഓട്ടോറിക്ഷ ചെന്നിറങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പാഞ്ഞും കൂടെ ഒന്ന്, എടി നീ ഇത് എവിടെ തെണ്ടാൻ പോയതായിരുന്നു? ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനുണ്ടായതിന് ഒന്നും ഉണ്ടാക്കി പെറുക്കി വെക്കാതെ അവള് നാട് തീരെ തെണ്ടാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ, ഞാൻ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഒന്ന് ചമ്മി. അല്ല, ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കണ്ടേ, എങ്കിലല്ലേ ഞാൻ അറിയുള്ളൂ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മയ്ക്കൊന്ന് പോയി നോക്കിയാൽ എന്തായിരുന്നു? പിന്നെ എനിക്കതല്ലേ. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട്, ചന്ദ്രൻ നിനക്ക് വേണേ പോയി നീ എടുത്ത് കഴിക്കുക. അവള് കറങ്ങാൻ പോയതൊന്നും അല്ല, അവൾ ഹോസ്പിറ്റലിൽ പോയതാ, അതിന് അവൾക്കൊരു കുഴപ്പമില്ലോ, അവൾ ഇങ്ങനെ നിൽക്കുമല്ലേ എന്ന് പറഞ്ഞു. ഇവൾക്കല്ല ഇവളുടെ അനുജത്തി ദേവുന, അവൾക്ക് എന്ത് പറ്റി? അല്ലേ വേണ്ട, ഞാൻ എന്തിനാ ഇവളുടെ വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്കതിന്റെ ആവശ്യമില്ല. ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെച്ചേ, പറഞ്ഞു കഴിഞ്ഞിട്ട് 100 ചോദ്യങ്ങളാ, പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ എന്തിനാ. അല്ല, ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ, ഫുഡൊന്നും നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ല,
അതുകൊണ്ടാ BP പെട്ടെന്ന് ലോ ആയിപ്പോയി. അല്ല, അവളുടെ കാര്യത്തിൽ ഇതിലായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ലാന്നേ. സച്ചിയേട്ടൻ സമ്മതിക്കുന്നില്ല. സച്ചിയേട്ടൻ സമ്മതിക്കാതെ അമ്മയെ സമ്മതിക്കത്തില്ല, അതാ പ്രശ്നം. കല്യാണം നടന്നു കഴിഞ്ഞാലോ ഒരു സമാധാനം ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് രേവതി വിഷമിക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.